അവൻ അങ്ങനെ പറഞ്ഞു? അവൻ എന്തിനാടി അങ്ങനെ പറഞ്ഞേ? അതിപ്പോ എന്തിനാ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അവരുടേതായ ചിന്താഗതികളില്ലേ, പേഴ്സണൽ ലൈഫ് ഉണ്ട്. അതും ശരിയാ. വീണ്ടും വന്നു നോക്ക്. എന്താ ഇതൊക്കെ? അത് പിന്നെ പ്രപ്പോസ് ചെയ്യാന്ന് കരുതി. ഹൗ ഡെയർ യു ടു പ്രപ്പോസ് മീ? ഞാൻ വിചാരിച്ചു തനിക്കും എന്നെ ഇഷ്ടമാണെന്നാ. ഇഷ്ടമാണെന്നോ? അതും നിന്നോടോ? എന്നെ സ്നേഹിക്കണെങ്കിലേ അതിന് യോഗ്യത വേണം. ചേച്ചി വാ, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട. വാ, നാണം കെട്ടവൻ. ഛീ, മാറെന്റെ വഴിന്ന്. അതിരിക്കട്ടെ, ഇത്തവണ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ എനിക്ക് തരിക? ഇത്തവണ നീ റോസാപ്പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. റോസാപ്പൂവോ? ഒരു പൂ തന്ന് എന്നെ ഫൂളാക്കാൻ നോക്കുക. പിന്നെ എന്റെ മുത്തിന് എന്താ വേണ്ടേ? അതിപ്പോ അത് തന്നെ തന്നു, ഇത്രയും കാലം തന്നോണ്ടിരുന്നത്. നാളെ അവളുടെ ബർത്ത്ഡേ. ആ സർ, ന്യൂ ഇയർ, ഹോളി, ദീപാവലി, വാലന്റൈൻസ് ഡേ എല്ലാത്തിനും ഗിഫ്റ്റ് അയച്ചു കൊടുക്കാറുണ്ട്. നാളെ ബർത്ത്ഡേ ആണെങ്കിൽ അതിന് അയച്ചു കൊടുക്കാം സർ. മാഡം ഗിഫ്റ്റ് മേടിക്കും, പക്ഷെ സാറിനോട് സംസാരിക്കില്ലല്ലേ? എടോ, തനിക്കിതൊന്നും മനസ്സിലാവില്ല. ഇതുപോലത്തെ ഒരു ട്രാപ്പിലാണ് വലിയ രാജാക്കളും മന്ത്രിമാരും എല്ലാരും പോയി കുടുങ്ങിയത്. മാത്രമല്ല അവരുടെ സമ്പത്തും കൈവിട്ടുപോയി. എടോ, തന്റെ ഈ തൊലിഞ്ഞ അഡ്വൈസും കൊണ്ട് എൻ്റെ അടുത്ത് വരില്ലേ? ശരി, എന്നാ പറ, ഇത്തവണ അവൾക്ക് എന്താ അയക്കേണ്ടത്? തന്നെ പറ, എന്താ അയക്കണമെന്ന്. എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും. നൈസ് ഫോൺ. ഹലോ, ഗിഫ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഹലോ, ഞാൻ വാണിയാ സംസാരിക്കുന്നത്. എവിടെയാ നിന്റെ ചേച്ചി? സോറി ട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സംസാരിച്ചതല്ലേ? ചേച്ചി അന്ന് നിങ്ങളെ ഇൻസൾട്ട് ചെയ്തില്ലേ? അന്ന് മുതൽ ചേച്ചിയുടെ വോയിസിൽ ഞാനാ നിങ്ങളോട് സംസാരിച്ചോണ്ടിരുന്നത്. നീ തന്ന എല്ലാ ഗിഫ്റ്റും എന്റെ കയ്യിലുണ്ട്. ഹലോ ഹലോ, ഹായ്. ഹായ്. എന്നാ പറഞ്ഞു? എത്ര മാറിപ്പോയിരിക്കുന്നു അമിത്. ചേച്ചി എടുത്ത തീരുമാനം മാറ്റാമായിരുന്നു. അറ്റ്ലീസ്റ്റ് അവൾക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ചേച്ചി എന്നോട് സത്യം ചെയ്തു വാങ്ങി. അതൊക്കെ വിട്. എന്നിട്ട് പറ, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ? പറയേ.
എനിക്ക് ഓഫീസിൽ പോകണം, ലേറ്റ് ആവുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാ എനിക്ക് തോന്നുന്നേ. വാട്ട്? നിനക്കെന്താ ഭ്രാന്താണോ? എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാ? ഞാൻ ചേച്ചിയെ പോലെ നല്ലവളല്ലേ, സുന്ദരിയല്ലേ? ദേ നോക്ക്, ഞാൻ നിന്റെ ചേച്ചിയെ ഒരുപാട് സ്നേഹിച്ചതാ. വിശപ്പും ദാഹവും എല്ലാം ഉപേക്ഷിച്ച് ശരിയും തെറ്റും എല്ലാം ചെയ്തു. അങ്ങനെയാ ഞാൻ പണക്കാരനായ. എനിക്ക് നിന്റെ ചേച്ചിയായിരുന്നു വേണ്ടത്, നിന്നെയല്ല. നീ ഏത് ലോകത്താമേ? ചേച്ചി നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോഴും തന്മയായിട്ട് ബന്ധമുണ്ടായിരുന്നു. മനസ്സിലായോ നിനക്ക്? എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിടുവോ? ഇപ്പൊ പാർക്കിൽ വിടാത്ത ഞാൻ ഹോസ്റ്റലിൽ എങ്ങനെ വിടുക? നോക്ക്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ നോക്കരുത്, ഞാൻ കടിച്ചോളി. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നേ. കടിക്ക്. എന്തായി കാണിക്കുന്നേ? വാണി എങ്ങനും വരും. അതിനെന്താ, വരട്ടെ അവൻ. എന്തായാലും ഞാൻ അവന്റെ അളിയനാവാൻ പോവല്ല, അവന് മനസ്സിലാവും. കം. Праздновала сколько быстро, если было. И на балане, если было. Я обоюла странно, я дотыла. Но если будешь только не убила. ദേ നോക്ക്, എനിക്ക് ഓഫീസിലേക്ക് പോകണം. നീ ഇവിടുന്ന് പോകുന്നതായിരിക്കും നിനക്കും നല്ലത്. ഞാൻ പോയില്ല. അല്ലെങ്കിൽ എന്നെ കൊണ്ട് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അതല്ലാതെ നിനക്ക് ഇവിടെ തന്നെ താമസിക്കണമെങ്കിൽ താമസിച്ചോ, എനിക്കൊരു പ്രശ്നമല്ല. എന്നുവെച്ചാ ലിവിനിലോ? അതിന് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഇപ്പൊ നിന്റെ സ്നേഹമൊക്കെ പോയല്ലേ? നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നീ ആഗ്രഹിച്ചത് എന്താണോ അത്. ഈ ലോകം മുഴുവൻ സ്വാർത്ഥരാ. ഇവിടെ എനിക്ക് ആരുമില്ല, എല്ലാരും പോയി. എല്ലാവരും എന്നെ ചതിച്ചു. നീ ഇത്രയും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നേ. നീ ഈ ചെയ്യുന്നത് ശരിയാണോ? ശരിയും തെറ്റൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അമിത്, നീ എന്നെ നിന്റെ സ്വന്തമാക്കിക്കൂടെ? നീ വേർജിനായിരുന്നു അല്ലേ? അതെ, ഇന്നലെ രാത്രി വരെ. പക്ഷെ ഇപ്പൊ അല്ല. എന്തു പറ്റി? ഇതിനു മുമ്പ് അതിന് അവസരമൊന്നും കിട്ടിയില്ലായിരുന്നോ? ആ, അങ്ങനെയും പറയാം. പിന്നെ നിനക്കത് ഇഷ്ടപ്പെട്ടോ? എന്ത്? കോഫി. കോഫി അടിപൊളിയാ, നിന്നെ പോലെ തന്നെ. ഒരു ചെറിയ കയ്പ്, നല്ല മധുരം. എടി, നിനക്കറിയോ, സർ ഒരു എംപ്ലോയിയുടെ വീട്ടിലും പോകാറില്ല. ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഡിന്നറിന് വരിക. ആനിവേഴ്സറിക്ക് നിങ്ങൾ എന്താ വിളിക്കാഞ്ഞത്? അത് ആനിവേഴ്സറിക്ക് ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ ഫ്രീ അല്ലായിരുന്നല്ലോ. ആനിവേഴ്സറി അല്ലെങ്കിലും ആനിവേഴ്സറി കഴിഞ്ഞിട്ടെങ്കിലും വരുന്നുണ്ടല്ലോ.
അതേതായാലും നന്നായിന്നാ തോന്നുന്നത്. ഞാൻ വാണിയെ വിളിച്ചത്. ഭക്ഷണം ഉണ്ടാക്കാൻ എന്നെ അവള് സഹായിക്കുമല്ലോ. അതേതായാലും നന്നായി കേട്ടോ. എനിക്ക് തോന്നുന്നു സാർ വന്നുന്നാ. ഞാൻ നോക്കട്ടെ. ഓക്കെ. സർ വരൂ. പ്ലീസ് കം സർ. അയ്യോ, ഇതിന്റെ ആവശ്യം എന്തായിരുന്നു സർ? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. സോറ, വരുന്നു. മൈ വൈഫ് സർ. അമിത് സർ. എന്തുപറ്റി? അമിത്? അതെ, അമിത് സർ. ഓ, ഹലോ അമിത്. ആഫ്റ്റർ ലോങ് ടൈം. യാ, ആഫ്റ്റർ വെരി ലോങ് ടൈം. ഇവളെ അറിയോ? തുവാനി. നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. സോറി, ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല. ആ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങളെല്ലാരും തമ്മിൽ അറിയോ? ആ, ഇതെന്റെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാ അമിത്. അത് ശരി. ഇതിപ്പോ എല്ലാരും കംഫർട്ടബിൾ ആയല്ലോ തമ്മിൽ. ഒരു ഫാമിലി വൈബ് കിട്ടുന്നുണ്ട് ഇപ്പോ. നൈസ്. എന്നാ പിന്നെ ഇരിക്കാമല്ലോ. പ്ലീസ് പ്ലീസ്. ഭക്ഷണം റെഡിയാവാൻ കുറച്ച് താമസമുണ്ട്. അതുകൊണ്ട് കുറച്ചു നേരം സംസാരിക്കാമല്ലോ. എത്ര നാൾ കഴിഞ്ഞിട്ട് കാണുക നിങ്ങൾ തമ്മിൽ? എക്സ്ക്യൂസ് മീ, എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യണമായിരുന്നു. വാഷ്റൂം എവിടെയുള്ള? ഞാൻ കാണിച്ചു തരാം. എന്താടി ഇത്? എന്റെ ബോസ് എന്റെ കൂട്ടുകാരനായല്ലോ ഇപ്പോ. ആ, അതെന്താന്ന് വെച്ചാലേ ആ ദുബായ് പ്രോജക്റ്റിൽ എന്നെ മാനേജർ ആക്കിയാലേ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ആകാം. എന്തേ? ആദ്യം ഇത് പറ, നിങ്ങൾ എനിക്ക് ബുർജ് ഖലീഫ കാണിച്ചു തരുമോ? ഏടി, അവിടെ എത്തിയട്ടെ ഞാൻ എന്നും എന്റെ ബുർജ് ഖലീഫ കാണിച്ചു തരാം. അയ്യേ, ഛീ, എന്താ ഇത്? സാറേ, ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ കിടന്നുറങ്ങിക്കോ. ഈ വെള്ളം അടിച്ചിട്ട് എങ്ങനെ വണ്ടി ഓടിക്കാനാ? എടോ, എനിക്ക് എന്റെ ബെഡിൽ കിടന്നാലേ ഉറക്കം വരൂ. ഡോണ്ട് വറി, ഞാൻ പൊക്കോളാം. ഇത്രയും കുടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അയ്യോ, അല്ല ഞാനിപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയിക്കോളാം. ചേട്ടാ, നിങ്ങൾ കൊണ്ടുപോയി വിട്ടിട്ട് വാ. അല്ല, ഞാൻ ബോധത്തിലല്ലോ. നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കെ, ഞാൻ വിട്ടിട്ട് വരാം. വന്നേ. ശരി എന്നാ. അത് ശരിയാവില്ല. ചേച്ചി, ഞാനും ചേച്ചിയുടെ കൂടെ വരാൻ ഡ്രോപ്പ് ചെയ്യാൻ. ചേട്ടാ വന്നേ, വാ, നടക്ക് പതുക്കെ, സൂക്ഷിച്ച്. സൂക്ഷിച്ച് പോണം മൂന്നുപേരും. മിണ്ടി പോരുത്. നീ എവിടെയാ താമസിക്കുന്നേ? ഞാനോ? ഗുർഗാവ് 12 ഇല്ല, സെക്ടർ 12. അതെയോ? അത് വലിയ പോഷ് ഏരിയ അല്ലേ? വന്നേ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. പതുക്കെ 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 കയറിയിരിക്കേ. ഞാൻ ഇവിടെയാണോ ഇരിക്കാൻ? നീ വരണ്ട, പൊയ്ക്കോ. അത് വരട്ടെ. ആ, ചെല്ല, ഇരിക്കേ. പതുക്കെ 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 ഇരിക്കിരിക്കെ, അങ്ങോട്ടിരിക്കേ. ആ, ഓക്കെ, പൊയ്ക്കോ. Are you okay? Yeah, I'm okay. അതായത് ഐ എം ഷോക്ക്ഡ്. ഇത്ര പെട്ടെന്ന് നീ എങ്ങനെ ഇത്ര പണക്കാരനായേ? നിനക്ക് മനസ്സിലാവില്ല. നമ്മളിപ്പോ എവിടെ എത്തി? ദാ അടുത്തെത്താറായി. ഓ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.
ചേച്ചി എന്താ ഇതുവരെ വരാത്തെ? ഇല്ലില്ല, അങ്ങനൊന്നും സംഭവിക്കില്ല. ചേച്ചിക്ക് അതിന് കഴിയില്ല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലേ. പക്ഷേ അവന് ആരെ കിട്ടിയാലും കുഴപ്പമില്ലല്ലോ. അതെ, അവൻ എന്ത് വേണേലും ചെയ്യും. ഇല്ല, ഇതെന്താ ഇതുവരെ വരാത്തെ? എന്തേ ചേച്ചിയെ കാത്തിരിക്കായിരുന്നു? ഒബ്വിയസ്ലി ഒന്നും കിട്ടാത്തതിനേക്കാളും എന്തെങ്കിലും കിട്ടുന്നത് നല്ലതല്ലേ. ഇപ്പോഴും നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? അതുമല്ല, ഞാൻ മേടിച്ചു തന്ന ഗിഫ്റ്റ് എല്ലാം നിന്റെ കയ്യിലല്ലേ ഉള്ള. ചേട്ടനെങ്ങാനും നിങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞാലുണ്ടല്ലോ. അത് സൗരവിന്റെ പ്രശ്നമാ. പുള്ളിക്കാരന്റെ ജീവിതമല്ലേ തകർന്നു പോവാ. എന്താണോ സംഭവിക്കേണ്ടത് സംഭവിക്കട്ടെ. പിന്നെ മറക്കരുത്, നീ ഇപ്പൊ ലിവിനിലാ ഉള്ള. എന്റെ ഭാര്യയാവാൻ ശ്രമിക്കല്ലേ. എന്തുപറ്റി? ഞാൻ കല്യാണം കഴിച്ചത് വളരെ വലിയ തെറ്റായി പോയി. ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. പക്ഷേ അവിടെ ശരിക്കും എന്താ സംഭവിച്ചേ? അദ്ദേഹത്തിന് ചേട്ടന്റെ ഭാര്യയുമായിട്ട് അഫയർ ഉണ്ട്. നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അമിത്. പറയ അമിത്, നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നില്ലേ? പറ. എടി പൊന്നാരെ മോളെ, നീ എന്താ വിചാരിച്ചേ? നീ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ. ഞാൻ നിന്നെ സ്നേഹിച്ചേ. നിന്നെ സ്വന്തമാക്കാൻ സ്വപ്നങ്ങൾ കണ്ടു. ഒരു സത്യം പറയട്ടെ, നാളെ നിന്റെ ഭർത്താവിന് പ്രൊമോഷന്റെ ആവശ്യം വരികയാണെങ്കിൽ നീ എന്റെ കിടക്കയിലേക്ക് വരുമല്ലേ. നിന്നെ പോലത്തെ ഒരു സ്ത്രീ ആമ്പിള്ളേരുടെ കയ്യിലുള്ള ചക്രം കണ്ടിട്ടാ അവരെ സ്നേഹിക്കുന്നത്. നിനക്കെങ്ങനെ എന്റെ ഭാര്യയാവാൻ പറ്റും? യു ഷട്ട് അപ്പ്. ഇവള് ഹോസ്റ്റലിലായിരുന്നില്ലേ? ഇവളോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവൾ എന്റെ കൂടെയാ. നീ എന്തൊക്കെയാ പറയുന്നേ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ചെറുപ്പം മുതലേ നീ എന്റെ എച്ചിൽ ഇതൊന്ന് ശീലിച്ചു പോയല്ലേ? വിടില്ല ഞാൻ നിന്നെ, വെറുതെ വിടില്ല ഞാൻ. ഞാൻ സുഖീരാമ പറയുന്ന മോളെ. സാറ് ടെറസിൽ നിന്നൊന്ന് താഴെ വീണു. തല പൊട്ടിയിട്ടുണ്ട്, നന്നായിട്ട് രക്തവും വരുന്നുണ്ട്. അതെയോ? നിങ്ങൾ ആംബുലൻസുമായിട്ട് വന്നേക്ക. എടി വൃത്തികെട്ടവളെ, എല്ലായിടത്തും നീ നുഴഞ്ഞു കയറുമല്ലേ എന്നെ തകർക്കാൻ വേണ്ടി? നീ എന്തായി കാണിച്ചേ? നിനക്ക് വേണ്ടിയാ അമിത്. നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നില്ലേ? നീ എന്നെ കല്യാണം കഴിക്കുവോ? കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറും ലിവിനിലുണ്ടായ മതി. അത് തന്നെ ധാരാളം. അത് മതി എനിക്ക്. നീ ഇനി ലിവിനിലേക്കല്ല, ജയിലിലേക്കാ പോകാൻ പോകുന്നത്. you